ഫാഷൻ എക്സ്പോ 2026 അവിടെ നാട മുറിച്ചു ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയും കൂടുതലായി എക്സിബിഷൻ അകത്ത് വന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നാട് അതിവേഗത്തിൽ മാറുന്നുണ്ട്. നമ്മൾ ഗാർമെന്റ് മേഖല ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി കയറ്റുമതി ചെയ്തവരെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഘത്തെ കാണുകയുണ്ടായി. ആരും അമേരിക്കയിലേക്ക് ഇപ്പോൾ അയക്കുന്നില്ല. വലിയ തോതിലുള്ള താരിഫ് വന്നതോടുകൂടി വിപണിയിൽ വാങ്ങാൻ ആളുകൾ കുറയുകയാണ്. കാരണം മറ്റ് മാർക്കറ്റുകളാണ് അവർ തേടി പിടിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പണം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇടമാണ് കേരളം. നമ്മുടെ ഒരു ഉപഭോഗ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് കേരളമാണ്. ആ കേരളത്തിൽ ഇത്തരം എക്സ്പോ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുവാൻ സഹായകരമായിരിക്കും. വ്യവസായ സൗഹൃദത്തിൽ നമ്മളിപ്പോൾ തുടർച്ചയായി 2ാമത്തെ വർഷമാണ് ഏറ്റവും മികവാർന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് സഹായകരമായിരിക്കും. ദീർഘമായൊരു പ്രസംഗത്തിന് തുനിയുന്നില്ല. എനിക്ക് 1 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പരിപാടി എത്തിച്ചേരാനുണ്ട്. പിന്നെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് എല്ലാ വിജയവും ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. പങ്കുവച്ച എല്ലാ നല്ല വാക്കുകൾക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. Kerala's biggest B2B fashion showcase, yes, Twin Birds Eye for Fashion Expo 2026 ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച